ഗൈസ്, വെൽക്കം ടു ചിഞ്ചൂസ് വേൾഡ്. അപ്പൊ ഇതാണ് നമ്മുടെ യൂട്യൂബിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദി വീഡിയോസ് ഞാൻ ഇവിടെ ഇരുന്നായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മള് ന്യൂയോർക്കിൽ പോയപ്പോ ജിബു എടുത്ത ഒരു ഫോട്ടോയാണിത്. ഞാൻ ഇവിടെ ഇരുന്നായിരിക്കും എന്റെ ഓൾമോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുവരെയായിട്ട് എന്റെ വീഡിയോസ് ഒന്നും വന്നിട്ടില്ല. എവിടെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരുന്നില്ല എന്നുള്ള കംപ്ലൈന്റ്സുകൾ ഞാൻ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ റീസെന്റ് വേറെ കുറച്ച് കാര്യങ്ങളിൽ നല്ല ബിസിയാണ്. അപ്പൊ അത് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുവാണ്. യൂഷ്വലി ഉള്ള ഒരു കണ്ടന്റ് അല്ല ഇന്ന് ഞാൻ എടുക്കുന്നത്. ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോ ആണ് എടുക്കാനിരിക്കുന്നത്. അപ്പൊ ഇതെടുക്കാനുള്ള റീസൺ, ഈ പറയുന്ന ആള് ബർത്ത്ഡേ പേഴ്സൺ എന്റെയും ജിബുവിന്റെയും ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് ഈ ഒരു വ്ളോഗ് ഞാൻ എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോവാനിരിക്കുന്നത് അദിൻ ജോസഫിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അദിൻ ആരാണ് എന്ന് എല്ലാവർക്കും, ജർമ്മനിയിലുള്ള ഓൾമോസ്റ്റ് എവരിബഡി നോ ഹിം. അപ്പോ നാട്ടിലുള്ള എന്റെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ അതിനെ പരിചയപ്പെടുത്താം. ഞാനും അതിനും ജർമ്മനിയിൽ വന്നത് 2019 വെരി ഫ്യൂ ഡേയ്സ് ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനെ ആർക്കും അറിയാതിരിക്കാൻ വഴിയില്ല. മല്ലൂസ് ഇൻ ജർമ്മനി എന്ന കൂട്ടായ്മയുടെ അക്കൗണ്ടിന്റെ അഡ്മിനാണ് അതിൻ. അപ്പൊ അതിന്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ പോകുന്നത്. അവർ ഒരുപാട് സർവീസുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുമിച്ച് CG ഇവന്റ്സും മല്ലൂസും ജർമ്മനി ഒരുമിച്ച് ഓണാഘോഷ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പേഴ്സണലി ഒരുപാട് കണക്റ്റഡ് ആണ്. പരസ്പരം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടുമാണ് ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇവരുടെ ഒരു ബർത്ത്ഡേ ഇൻവിറ്റേഷൻ നമ്മളെ വിളിച്ചിരിക്കുവാണ്. അപ്പൊ നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പൊ എന്റെ ഈ ഷർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ കളർ ആക്ച്വലി ആർക്കും അറിയാൻ ചാൻസസ് ഇല്ല. ഈ കളറിന്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം എന്റെ കമന്റ് ബോക്സിൽ. കാരണം ഈ കളർ കണ്ടുപിടിച്ചത് ഞാനാണെന്ന് തന്നെയാണ് ഞാൻ പറയാറ്. പക്ഷെ ആ കളറിന്റെ പേര് ഞാനിപ്പോ പറയുന്നില്ല. ആ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ജിബുനെ ആക്ച്വലി ഈ വീഡിയോക്കകത്ത് കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഈ വീഡിയോക്കകത്ത് നല്ല യൂട്യൂബിലേ കാണിക്കില്ല. പക്ഷെ ഞാൻ ഒരു വഴിക്ക് പോകുമല്ലേ, അപ്പൊ നമ്മൾ കുറച്ചൊക്കെ കാണിക്കണ്ടേ. അപ്പൊ ഒരു കുറച്ച് ഭാഗമൊക്കെ കാണിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആള് കാണുവാണെങ്കിൽ കാണട്ടെ, അന്നേരം ഞാൻ കേട്ടോളാം. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് പോയിട്ട് വരാം. ലെറ്റ്സ് ഗോ ആൻഡ് സെലിബ്രേറ്റ് ഇറ്റ് ടുഗദർ. ശരിക്കും പറഞ്ഞ ഇവിടെ ഇപ്പൊ എന്താ നടന്നേ? ഞാൻ എവിടേക്കോ തെറിച്ചു പോയ പോലെ ഉണ്ടായിരുന്നു. അല്ല ഹോസ്റ്റൽ മാന്യപ്പെട്ട പ്രേക്ഷകരെ, സഹൃദരായ നാട്ടുകാരെ, എന്റെ വീട്ടിലോട്ട് എഴുന്നള്ളി വന്ന എന്റെ ഹൃദയം നിറഞ്ഞ ആരോട് നിന്റെ സ്വാതന്ത്ര്യം പറയാൻ പഠിപ്പിച്ച്? എന്റെ ഓർമ്മയിൽ പുത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പാടുന്നതൊരു ജീവചൈതന്യമേ, ആയിരം കണ്ണുമായി. ജിബിനനുകരിക്കാൻ പോയ ജിബു ചെറിയ എന്തെങ്കിലും അവൻ ചെയ്തോളും. ഇപ്പൊ ലിനോന്റെ നിങ്ങൾ ആദ്യമായിട്ട് കേട്ടു. അങ്ങനെ നിവേദ് പാടിയത്, പാടാതെ പാടിയത് ഞാൻ കേട്ടു. ഇനിയിപ്പോ ലിസബത്തിന്റെ ആണ്. ഏത് ഭാഷ വേണമെന്ന് പറഞ്ഞോടാ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ
നോക്ക്. അമ്മേ, ഇതാ പോലെ നമ്മ വഴിക്കോ ബില്ലിംഗ മേലെ പൊട്ടിയെ പോട്ട് ചെടിയെ വളർത്ത് ബോപ്പാലെ പോലെ മുടിയെ വളർത്ത് യാരപ്പാ നിങ്ങൾക്ക് ഭയപ്പെടാൻ മാട്ടോ ഇത് ഏത് ഭാഷയാണ്? പാടൂനേ പ്ലീസ്. പാടൂ. വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇന്ന് നീലത്തുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചില്ലവുമായി താനെ വലിഞ്ഞു കീറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കോളത്തുള്ളൊരാ ചിലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പാടി മൂടും അത്രയും വെറ്റില ഇട്ടു വെക്കാം കുഞ്ഞിളം വാവി കഥ കേക്ക് മേലേ മിഴി പൂട്ട് മാറും ചൂടിൽ ഉറങ്ങ ഉറങ്ങ പൊന്നേ കരയാതെ ഓമൽ ചിരിയോടെ കുഞ്ചി കളിയാടി വളരെ അല്ല, ഞാൻ പാടാറില്ല. ഞാൻ പാട്ട് കേൾക്കണം. ഞാൻ 2000-ലെ നീ എന്താ നീ എന്താ നീ ചോദിക്കുന്നത്? ആ സുഗമോദേവി അത് പാട്. നമ്മുടെ അപ്പന്റെ കാലത്തുള്ള നമ്മുടെ നാടോടിക്കാറ്റിന്റെ അകത്ത് വൈശാഖസന്ധ്യയോ? ആ വയസ്സാണ്. നീ പാട്, ലീനു പാട്. ഞാൻ കൂടെ പാടാം. ചേട്ടൻ എടാ, എനിക്ക് അതിന്റെ ലിറിക്സ് ഒന്നും അറിയാൻ പറ്റില്ല. ഓക്കെ, എല്ലാവരും കൂടെ പാടുവാണ്. 90 കിഡ്സിന് വേണ്ടിട്ട് കേട്ടോ. ഞങ്ങൾക്കറിയാം വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമകാന്തിയോ. ഞങ്ങൾ ഈ ടീമിൽ നിന്ന് ഞങ്ങളൊരു ടീം നിങ്ങളൊരു ടീം. നമ്മളൊക്കെ കളിക്കാൻ പോകുന്ന ഈ ഗെയിം ദംഷ്ടാസ് ആണ്. നമ്മളൊരു മൂവിയുടെ പേര് പറയും, അതനുസരിച്ച് ആക്ട് ചെയ്ത് കാണിക്കണം. അപ്പം ഫസ്റ്റ് വൺ ലീനു ആണ്. പിന്നെ ഓ സീന് ജിബുമോനാണ് നെക്സ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ദംഷ്ടാസ് ജിബു പൊളിച്ച് മറിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കേണ്ടത്. പക്ഷേ എനിക്കറിയായിരുന്നു ജിബു എന്തായാലും ഇവിടെ ജിബു ജയിക്കത്തില്ല എന്ന്. കാരണം ജിബുവിന് മലയാളത്തിലുള്ള മൂവീസ് അത്ര കാര്യമായിട്ട് പിടികിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. എനിക്ക് ആ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വലിയ എക്സ്പെക്റ്റേഷനിലൊന്നും അല്ലായിരുന്നു. പക്ഷേ എല്ലാവരും വളരെ എക്സ്പെക്റ്റേഷനോടുകൂടി ജിബുവിൻ്റെ അഭിനയം കാണാൻ വേണ്ടി, ജിബു അഭിനയിച്ച് മറയ്ക്കുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പം ആൾക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് ആൾ നൈസായിട്ട് എന്നെ അങ്ങ് തള്ളി ഉന്തി മാറ്റി അങ്ങ് വിട്ട്, ഇത് നീ പോയി ചെയ്യുക, നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നൈസായിട്ട് സ്കിപ്പായി. പക്ഷെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു ജിബു എങ്ങനെയാണ് അഭിനയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ആ പാവം ജിബുവിനെ ഞാൻ കുറ്റം പറയില്ല ഗൈസ്. കാരണം ഇവർ തന്ന മൂവിയുടെ നിയമം ഞാനെന്നല്ല, മലയാളം കണ്ടുപിടിച്ചവന് പോലും മര്യാദയ്ക്ക് ഇത് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ അഭിനയിക്കാൻ ഭയങ്കര മിടുക്കിയായതുകൊണ്ട് ആ മൂവി അഭിനയിച്ച് ഞാൻ കൊളാക്കിയിട്ടുണ്ട്. അല്ല പിന്നെ അങ്ങ് ചോദിക്കണ്ട ലിസ്ബത്തെ, ഇവർക്ക് വല്ല ഒറ്റുപോയതിനെ നാണക്കേട് കൊണ്ടല്ല കേട്ടോ. എന്നാലും ഒരു കടുംകട്ടിയായി പോയില്ലേ, മൃഗയ. അപ്പൊ നമ്മുടെ ഗെയിം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നിവേദിന്റെ ഊഴമാണ് അടുത്തത്. അവനിപ്പോൾ മലമറിക്കുന്നു പറഞ്ഞാൽ വന്നിരിക്കുന്നത്. പക്ഷെ എന്ത് പറയാനാണ്, നമ്മുടെ ടീം ആയതുകൊണ്ട് പറയല്ല, അവൻ മലമറിച്ചിട്ട് തന്നെയാണ് പോയത് കേട്ടോ. വെരി സിമ്പിൾ മൂവി. അതാണ് ഗൈസ്, നമ്മുടെ പയ്യനാണ്ട് പോയി കപ്പടിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. എന്താണെങ്കിലും ഇവന്മാർ ജന്മം കാലത്ത് പറയാൻ പോണില്ല എന്ന് നമുക്കറിയാം.
പറയൂടാ. അതിന്റെ രണ്ട് മലയാളമാണോ? രണ്ടാമത്തത് വേൾഡ് പറയാൻ പറ്റും തോന്നുന്നു. മാന്നാറൻ മത്തായി സ്പീക്കിംഗ് ആണോ? ഹിന്ദിക്കാരനാണ് സൻസ്. അതൊക്കെ ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്. മത്തായി and sons. ഇതൊക്കെ ഏറെപ്പാട്. എനിക്കറിയാം. യൂട്യൂബാ നജിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കും. എന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല. എന്താണ് അതിന് നിന്നെ നന്നാവാൻ നീ തീരുമാനിച്ചോ? നിന്റെ ഈ വയസ്സ് എത്ര വയസ്സാണ് ഇപ്പൊ ചോദിക്കുന്ന മോശമാണ്. 25 അത് എത്ര വർഷം മുന്നേ? എന്താ ആഘോഷത്തിന്റെ 3-ാം വരും. എന്നിട്ട് പറഞ്ഞു എന്താ നിന്റെ ഈ വർഷത്തെ നിന്റെ ഒരു വുഡ്സ് എന്താണെന്ന് പറഞ്ഞു. കുടുംബമായി ഇനി മുതുങ്ങണം, അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണോ? ഒതുങ്ങി ജീവിക്കാന്ന് വെച്ചു. അതാണ് നീ തീരുമാനിച്ചിരിക്കുന്നത്. വിശിഷ്ടാതിഥി എത്തിയിരിക്കുന്നു ഗൈസ്. നീ കേട്ടല്ലോ? കാത്തിരുന്നത്. ഈ വ്യക്തിയെ അറിയത്തില്ലാത്തവർ ജർമ്മനിയിൽ കാണത്തില്ലായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ നമ്മുടെ സാന്ദ്രോസ്കി ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. സാന്ദ്രോസ്കി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പരിപാടികൾ വേറൊരു ലെവലായി മാറുകയാണ്. അങ്ങനെ നമ്മുടെ എമിക്കുട്ടനും വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ സ്നേഹപ്രകടനങ്ങളാണ് എല്ലാവരെയും കണ്ടതിലുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഇവർ വരാൻ വേണ്ടിയിട്ടാണ് ഇത്ര സമയം കേക്ക് മുറിക്കാതെ ഇവരെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കേക്ക് എന്താണെങ്കിലും അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നല്ല എണ്ണയായിട്ടുള്ള കേക്കായിരുന്നു. നമ്മൾ ലിസ്ബത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ കൂടിയത്. അപ്പോൾ നമുക്ക് അദ്ദിൻ സാറിൻ്റെ കേക്ക് മുറിക്കലിലേക്ക് പോയാലോ? ഈ ഒരു ചടങ്ങ് നമ്മൾ എപ്പോഴും വീട്ടിൽ നമ്മുടെ നെഫ്യൂസിൻ്റെ ഒക്കെ കൂടെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇവർക്കും ഒരു പരിചിതമാകാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് ഇത് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കുട്ടിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്തയാളായ ആൻ്റണി ചേട്ടനിൽ നിന്ന് ആരംഭിച്ച് ജിബു, പിന്നെ ഞാൻ, പിന്നെ നമ്മളെല്ലാവരും കേക്ക് കൊടുത്ത്. എന്നാൽ ഇവനെക്കുറിച്ച് 2 വാക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. വൺ ഓഫ് ദ ബെസ്റ്റ് പേഴ്സൺ ഐ മെറ്റ് ഇൻ മൈ ലൈഫ്. ഇത് സത്യമാണ് കേട്ടോ. അപ്പം നിനക്ക് സന്തോഷമായോ? സന്തോഷമാവണം. അപ്പം നമ്മുടെ ചങ്ക്സ് വന്നിരിക്കുകയാണ്. അവരോട് 2 പേരും നമ്മൾ പറയുകയാണ് അവൻ്റെ കവളത്ത് 2 കവളത്തും ഓരോ കൊടുക്കാൻ. അതിനങ്ങ് രോമാഞ്ച പുളകിതനായിപ്പോയി. അങ്ങനെയൊക്കെയാണല്ലോ എന്നെ പറയുന്നത്. യെസ്, അത് തന്നെ. അപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത്ര അധികം ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം 7-8 മാസത്തിന് ശേഷം എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അത്ര അധികം ഹാപ്പി ആയിരുന്നു ഞാൻ. അപ്പം നമ്മുടെ മെയിൻ കഥാപാത്രം ദാ വരുന്നു കേട്ടോ. കുട്ടിയുടെ ആ ഒരു എക്സ്പ്രഷൻ ജസ്റ്റ് നിങ്ങളെ എനിക്കൊന്ന് കാണിക്കാൻ മിസ്സായിപ്പോയി. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടീമിൻ്റെ കൂടെ ഇത്ര അധികം സന്തോഷമായിട്ട് ആദ്യമായിട്ട് ഒരുമിച്ച് ഇത്ര സമയം സ്പെൻഡ് ചെയ്യണം. പിന്നെ നമ്മുടെ പിള്ളേരുടെ ഒരു കപ്പിൾ ഷൂട്ടും പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം ഇങ്ങനൊരു ഫോട്ടോ ഒരിക്കലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു നിർബന്ധമായിരുന്നു ഒരു ഫോട്ടോ വേണമെന്ന്. നമ്മുടെ ആന്റണി ചേട്ടൻ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന കപ്പ ഇറച്ചിയും പിന്നെ അപ്പം ഇത് പുതിയൊരു കേറ്ററിംഗ് സർവീസാണ്. സാങ്ക്റ്റ് അഗസ്റ്റിനിലാണ്, ബോണിൽ, കേരള കിച്ചൺ എന്ന പേരിലാണ്. അപ്പോൾ ഇങ്ങനെ ബർത്ത്ഡേസ് അങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ്. ഇപ്പോൾ പ്ലാവിൽ നിന്നിട്ട് ചക്കയാന്ന് തോന്നുന്നു. നല്ല അടിപൊളി ചക്കവർത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ ജസ്റ്റിൽ നാട്ടിലെ വെക്കേഷൻ കഴിഞ്ഞ് ജസ്റ്റ് വന്നതേ ഉള്ളൂ. അപ്പം നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഫുഡൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
ഈ ചക്കവർത്തത് മൊത്തം ഞാൻ കഴിക്കുന്നതാണ് ഇവിടെ പറയണത്. ഇവളാണ് ഇത് മൊത്തം കഴിച്ചത്. ആ കൂട്ടത്തിൽ മഞ്ജു ഉണ്ടായിരുന്നു കേട്ടോ. എത്ര കാലത്തിന് ശേഷം പറയാം മഞ്ജു കഴിക്കുന്നത്. പണ്ടത്തെ ഒരു നൊസ്റ്റുമാണ് മഞ്ചൊക്കെ. കുമ്പളകൾ വിരിയുന്ന സമയത്ത് നമ്മുടെ ഓണത്തിന്റെ സമയത്ത് മറ്റേ വസീകര അതേതോ വെബ്സൈറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഒന്നും അറിയാത്തവര് ഇരിക്കുന്നതാണ്. പറഞ്ഞോ. എന്നാ പറയുന്നത് എനിക്കറിയത്തില്ല. നെറ്റോന്റെ ഒരു പ്രണയത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇത്രയും പേര് നിൽക്കുമ്പോ എനിക്ക് നാണാവുക. സ്വന്തം കുട്ടികളല്ലേ? ഇനിയിപ്പോ എന്നാ ഈ ബർത്ത്ഡേക്ക് വേണ്ടി നെറ്റ് എത്ര ത്യാഗം സഹിച്ചെന്ന് അറിയാവോ? ഞാൻ പറയുന്നു. ഞാൻ അങ്ങനെ പലതും പറയും. പറ. സ്നേഹം നിറഞ്ഞ ചേട്ടാ കുഞ്ഞുമക്കളെ സർപ്രൈസ് ജാക്കറ്റ് ഇവിടെ എന്തോ അവിടെ ഇരിക്കുന്ന ജാക്കറ്റ് അതല്ല എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ എന്നെ രാത്രി ഒരു 11:30 ഞാൻ ഇതിനെ സത്യം അതായത് ഞാൻ സെൻസർ ചെയ്ത് പറയാം. ഓരോ സമയം കഴിയുമ്പോൾ എന്താണ് ജസ്റ്റ് ക്വൈറ്റ് നോർമൽ ഡേ എന്നൊക്കെ പറഞ്ഞ പോലെ അത് വേദിയിൽ എന്നുള്ളൊരു കേസ് ഞാൻ മറന്നുപോയി. ഞാൻ നിവേദ നെറ്റ്വർക്ക് മറന്നു. അപ്പോഴത്തേക്ക് ഒരുത്തിക്ക് കറി വെക്കാൻ അവിടെ മീൻ പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് അടിയായിട്ട് തുടങ്ങി. ഇപ്പൊ പൊട്ടിച്ചു തരുമെന്ന് പറഞ്ഞ അതായത് മറ്റേ സാധീന ഓക്കെ 12 എന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി. അവൾ എന്നെ അതും പറഞ്ഞ് പുറത്തിറക്കി വാതിലടച്ചു. നമ്മള് പ്രതീക്ഷിക്കണില്ല. അപ്പൊ തന്നെ കേക്ക് മുറിച്ചു. പിന്നെ വയസ്സായതല്ലേ അതുകൊണ്ട് 28 ഗിഫ്റ്റുകൾ. ഇനി ബാക്കി കഥ അറിയാൻ നെറ്റ്വറ്റിൽ സബ്സ്ക്രൈബ് ചെയ്യും. ബാക്കി അതിനകത്ത് കാണണം. കൊടുക്കുന്നതും എല്ലാം ഉണ്ട്. അതാണ് ഷൂട്ട് ചെയ്തത്. നിവേദ ഇലക്ട്രിക് ബ്രഷ് ഉറങ്ങാതെ അത് ചാർജ് ചെയ്ത് പല്ല് തേച്ചിട്ടാണ് അതിന് വളരെയധികം സന്തോഷമുണ്ട്. വലിയൊരു ഹാള് നമുക്കായിട്ട് അതിൻ്റെ ബർത്ത്ഡേ കൂടണമെന്ന് അത്ര അധികം ആഗ്രഹത്തോടു കൂടി ഒരു ദിവസം മുന്നേ നാട്ടിൽ നിന്ന് വന്ന ആളാണ് നമ്മുടെ ജസ്ലിൻ. 5 മണിക്ക് ജോലിക്ക് വേണ്ട കൊച്ചാണ്. അല്ലെങ്കിൽ ഈ 2 മാസം ഉണ്ട് അവൻ 3 മാസം ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ജിബു ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുണ്ട്. അതാണ് എൻ്റെ ഒരു ആശ്വാസം ഇപ്പം എനിക്ക്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഐ മീൻ ഞാൻ സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബർത്ത്ഡേ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആഘോഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 6 മാസം ചിലപ്പോ പരിപാടി ഇന്നോട്ടേ തുടങ്ങിയിട്ടുണ്ട്. സ്നേഹം കൊണ്ടാണ് ഇവിടെ വന്നു. ഞാൻ പക്ഷെ വിളിച്ചപ്പോ എല്ലാരും വന്നു. ആരും ഒരു നോർജില്ല, എസ്പെഷ്യലി ലിസ്ബത്ത്. നെറ്റ് എന്താ ഡ്രസ് കോഡ്, നെറ്റോ അതിനെന്താണ് ഇഷ്ടം, ഒരു 5-6 ഷർട്ടൊക്കെ ഇന്നലെ വെച്ചിട്ട് ഇതിലേതാ മേടിക്കേണ്ടത്. പിന്നെ ഒരുത്തം ആണ്ടേക്ക് വേണ്ടേ ഫോൺ എടുക്കും പാന്റിന്റെ സൈസ് എന്താ ബാഡായിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാൻ ആൻഡ്രോ ചേട്ടനോട് ഇങ്ങനെ ഞാൻ ഒരു പരിപാടി ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ ചേട്ടനോട് ചോദിച്ചു എന്തുവാ പെർ പ്ലേറ്റ് എത്രയാന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ ആ ചേട്ടനെ വിളിച്ചില്ല.
ഞാൻ ബർത്ത്ഡേ എനിക്കറിയത്തില്ല ഇങ്ങനെ ഈ കുഞ്ഞു പിള്ളേർ ഈ ചേട്ടൻ മാത്രം എല്ലാത്തിലും ഭയങ്കര മൂവിങ് ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ ഇഷ്ടം കൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതെന്ന് ചോദിച്ച സാധനം തന്നെയാണ് ഇന്നിവിടെ ഞാൻ കണ്ടത്. അതിന്റെ കൂട്ടത്തിൽ ഒരു പായസം അനീഷ പിന്നെ എന്താ 8 മണിക്ക് വിളിച്ച കൂട്ടലും. അങ്ങനെ അതിൻ്റെയും നെറ്റോയുടെയും നന്ദി പ്രസംഗത്തിന് ശേഷം നമ്മൾ ആൻ്റണി ചേട്ടൻ കൊണ്ടുവന്ന കേരള കിച്ചൻ്റെ അടപ്രഥമനാണ് കഴിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ പായസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം ആദ്യം പോകാൻ ഇറങ്ങുന്നവർക്ക് നമ്മൾ പായസം കൊടുത്ത് അവർ യാത്രയാക്കുകയാണ്. അപ്പം നിങ്ങൾ ആരും കേൾക്കാതെ പോകരുത്. സാന്തോസ്കിയുടെ 2 വാക്കുകൾ നമുക്ക് കണ്ടിട്ട് വരാം. എനിക്ക് 2 വാക്ക് പറയണമെന്നുണ്ട്. പിറക്കാതെ പോയൊരു അമ്മേനെ പോലെയാണ്. സന്തോഷമില്ല. അതാണ് എനിക്ക് അതിനെ പഠിക്കുമ്പോ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഇവിടെ വന്നപ്പോ എനിക്ക് നിങ്ങൾ ആരും പരിചയമില്ല. ഒരാളെ പോലും എനിക്ക് പരിചയമില്ല. ആകെ അതിനെയാണ് പരിചയം. അതിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അതിനെ മെസ്സേജ് ചേട്ടാ MIG എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ വെച്ചിട്ട് മെസ്സേജ് ഫസ്റ്റ് ഞാൻ കേൾക്കുന്നതെന്നു. അപ്പൊ അതിനെനിക്ക് വോയിസ് അയക്കുവാണ്. അതിന്റെ വോയിസിന്റെ പേര് പരിശുദ്ധാത്മാവേ അങ്ങനെ ഒരു വോയിസ് ആണ് കേൾക്കണേ. എന്തൊരു നല്ല ചേട്ടൻ, നല്ലൊരു ചേട്ടൻ. പിന്നെ ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളത് ഇവരൊക്കെ ഫ്രോഡാണെങ്കിലും പക്ഷെ എന്നെ കൈ പിടിച്ച് ഉയർത്തി സ്റ്റേജിൽ അതിന് വഴിയാണ് എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാരും ഞാൻ പരിചയപ്പെട്ടത് അതിന് വഴിയാണ്. അതിന്റെ ബർത്ത്ഡേക്ക് വരാൻ വേണ്ടിട്ട് ഞാൻ ഇതുവരെ ജീവിതത്തിൽ പുരുക എഴുതിയിട്ടില്ല. അതിന്റെ ബർത്ത്ഡേക്ക് പുരുക എഴുതില്ല. ഒരു പുരികക്കൊടി ബന്ധമാണ് ഞങ്ങൾ ഒരമ്മയുടെ നടക്കാത്തോണ്ട് പുരികക്കൊടി ബന്ധമാണ് ഞങ്ങൾ. അതിന്റെ എത്ര കിട്ടാൻ ദേഷ്യപ്പെട്ടാലും അതിന്റെ ഒരു ചിരി കാണുമ്പോണ്ടല്ലോ നമ്മള് ഇങ്ങനെ പിടിക്കുന്ന ഒരുപാട് അതിന്റെ ചിരി അത്രയും പറഞ്ഞുകൊണ്ട് അതിന്റെ ഭാവി ജീവിതത്തിലേക്ക് എല്ലാവിധ മംഗളങ്ങളും തിരുനാൾ ആശംസകൾ, പെരുന്നാൾ മംഗളങ്ങൾ ഞാൻ അതിന് നേരുന്നു. ഇതിനൊരു പ്രത്യേക സാധനമുണ്ട്. അതിന് വേണ്ടി പ്രത്യേകമായിട്ട് കൊണ്ടാണ് അത് അതിന് വേണ്ടിട്ട് ഡാഡിയായി അതൊക്കെ പിന്നെ വെച്ചാൽ മതി. ഹാപ്പി ബർത്ത്ഡേ ടു എന്നൊക്കെ എഴുതി വെച്ചിരുന്നത്. ഇതാണ് എന്റെ സാന്ദ്ര ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ നല്ല വാക്കുകൾ ഞാനിവിടെ അവർക്ക് എപ്പോഴൊക്കെ അതിന് ഓൾറെഡി റിസർവ്ഡ് ആണെന്ന് പിന്നെ ഞാൻ അറിഞ്ഞു. പിന്നെ അതിനെ നൈസായിട്ട് വിട്ടു. അതാരും കണ്ടല്ലോ ഞാൻ എനിക്ക് പിറക്കാതെ വേണ്ട ആ പാപ്പനെ പോലെ ജിബുവിന് കടിച്ച പൊട്ടാത്ത മലയാളത്തിലെ സിനിമാ പേരും കൊടുത്തിരുന്നത് കഥ പറയണ കണ്ടില്ലേ അവൾ.
ജിബു കുട്ടൻ ഫാമിലിയുടെ കൂടെ ഞാൻ യാത്രയാവുന്നു. കുച്ചൻ ഫാമിലിയുടെ അടിപൊളി ദിവസമായിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. സൈനിങ് ഓഫ് ഫ്രം ചിഞ്ചൂസ് വേൾഡ്.